ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു കിടിലൻ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ്. നായകനും കൂട്ടുകാരും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അറിയുകയാണ് ഒരു വിജനമായ ഫാക്ടറിക്കുള്ളിൽ കുറേയധികം പണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അതെടുക്കാൻ അവർ അവിടേക്ക് പോവുകയാണ്. പക്ഷെ അവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് അപകടങ്ങളുണ്ടായിരുന്നു. പ്രേതമാണോ മനുഷ്യനാണോ ഇതിന്റെയൊക്കെ പിന്നിലെന്ന് അവർ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആണ് ഈ ഒരു മൂവിക്കുള്ളത്. അപ്പൊ നമുക്ക് മൂവിയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ ചെറിയൊരു സ്റ്റോറിയാണ് കാണിക്കുന്നത്. ഭൂമിയിൽ മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് ദൈവമാണ്. ആ ദൈവത്തിന്റെ ദൂതന്മാരായിട്ട് ഒരുപാട് ദേവതകൾ ഉണ്ടായിരുന്നു. അതിൽ ദൈവത്തിനോട് ഏറ്റവും അടുത്ത് നിന്നിരുന്ന ദേവതയായിരുന്നു ലൂസിഫർ. എന്നാൽ ലൂസിഫർ ദൈവത്തോട് ഒരു ദിവസം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? അവർക്ക് എന്തിനാണ് ഇത്രയും നല്ലൊരു ഭൂമി കൊടുത്തത്? എന്തിനാണ് നിങ്ങൾ അവരെ ഇത്രയധികം സ്നേഹിക്കുന്നത്? നിങ്ങൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റായിരുന്നു മനുഷ്യന്മാരുടെ സൃഷ്ടി എന്നാണ് ലൂസിഫർ പറയുന്നത്. ഇത് കേട്ട് ദേഷ്യം വന്ന ദൈവമാകട്ടെ ലൂസിഫറിനെ പാതാളത്തിലേക്ക് തള്ളിയിടുന്നു. എന്നാൽ അവിടെ കിടന്ന രോക്ഷം കൊണ്ട് ലൂസിഫർ ദൈവത്തിനോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് എത്രത്തോളം ശരിയാണെന്നും നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നും നിങ്ങൾ തന്നെ സൃഷ്ടിച്ച മനുഷ്യന്മാരെ കൊണ്ട് ഞാൻ തെളിയിക്കും. പാതാളത്തിൽ കിടന്ന ലൂസിഫർ അങ്ങനെ സാത്താനായി മാറുന്നു. അങ്ങനെ ദുഷ്ടശക്തികളെ ഉണ്ടാക്കുന്ന ഒരുപാട് പൂജകൾ സാത്താൻ ചെയ്യാൻ തുടങ്ങി. അതെല്ലാം മനുഷ്യന്മാരിലേക്കും കൊണ്ടുവരാനായിരുന്നു സാത്താന്റെ തീരുമാനം. ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ ഭൂമിക്കുള്ളില് ദുഷ്ടശക്തികളുടെ പ്രവാഹം വരികയും ആ ദുഷ്ടശക്തി ആ മനുഷ്യന്മാരെ എല്ലാം തന്നെ ഭരിക്കുകയും ചെയ്യുമെന്നാണ് സാത്താൻ പറയുന്നത്. അങ്ങനെ സാത്താന്റെ മകൻ ജന്മമെടുക്കുന്നത് സാത്താന്റെ നമ്പർ എന്നറിയപ്പെടുന്ന 3 ആറുകൾ ചേർന്ന നമ്പറുമായിട്ടായിരിക്കുമെന്നാണ് കഥയിൽ പറയുന്നത്. സീൻ അവിടെ കെട്ടായി പിന്നീട് കാണിക്കുന്നത് മൂവിയിലെ നായികയായ റിയയാണ്. അവൾ രാത്രിയിൽ സ്വപ്നം കാണുന്നത് അവളുടെ അടുത്തേക്ക് ഒരു അമ്മയും കുഞ്ഞും വരുന്നതായിട്ടാണ്. പേടിപ്പിക്കുന്ന രൂപത്തിൽ വന്ന അവരെ കണ്ട് അവൾ ശരിക്കും പേടിച്ചുപോയി. എന്നാൽ ആ കുട്ടിയാകട്ടെ അവളുടെ പേടി മാറ്റി തന്റെ കയ്യിൽ പിടിക്കാൻ പറഞ്ഞിട്ട് അവളെയും കൊണ്ട് ടെറസിന്റെ മുകളിലേക്ക് പോകുന്നു. എന്നിട്ട് ആ അമ്മയും കുഞ്ഞും ചേർന്നിട്ട് അവളോടൊപ്പം താഴേക്ക് ചാടി. താൻ മരിക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ടാണ് റിയ ഞെട്ടി ഉണരുന്നത്. എന്നാൽ അവളുടെ ഹസ്ബൻഡ് അജയ് ആകട്ടെ അതൊന്നും കാര്യമാക്കുന്നില്ല. കാരണം ഇതിവൾ സ്ഥിരമായിട്ട് കാണുന്ന സ്വപ്നമാണ്. അജയ് റിയയും താമസിക്കുന്നത് അവരുടെ ഫ്രണ്ട്സ് കൂടിയായ സുജിയുടെയും വിനോയുടെയും കൂടെയാണ്. ഇവർ രണ്ടുപേരും ലിവിംഗ് ടുഗദർ ആയിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടറായ അജയ്ക്ക് ഒരു ഡയറക്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് ഒരു സ്റ്റോറിയായിട്ട് പല പ്രൊഡ്യൂസേഴ്സിനെ അവൻ കാണാൻ പോയെങ്കിലും ഒന്നും ശരിയായിട്ടില്ല. വിനോയ്ക്കാകട്ടെ തന്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ചധികം ക്യാഷ് വേണം. അങ്ങനെ എല്ലാവരും പണം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ആ ടൈമിൽ അവിടുത്തെ MLA ആയ വേലായുധൻ വരുന്ന ഇലക്ഷനിൽ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പത്രത്തിന്റെ കൂടെ ഒരു കവറിലാക്കി കുറച്ച് ക്യാഷും കൊടുത്തുവിടാൻ തുടങ്ങി. മീഡിയ ഇതൊക്കെ പൊക്കിയപ്പോ അയാൾ പറയുന്നത് തന്റെ എതിർ പാർട്ടിക്കാര് തന്നെ നാണം കെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണെന്നാണ്. MLAയുടെ PA ആയിരുന്നു രാജേഷ്. ഒരു തരത്തിലുള്ള കള്ളത്തരത്തിനും അയാൾ കൂട്ടുനിൽക്കാറില്ല. ആരുടെയും കയ്യിൽ നിന്ന് അയാൾ കൈക്കൂലി വാങ്ങാറുമില്ല. സത്യസന്ധനായിട്ടാണ് MLAയുടെ കൂടെ കുറെ വർഷങ്ങളായിട്ട് അയാൾ നിൽക്കുന്നത്. വിനോ അജയും തങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു കഫേയിൽ കൂടി. അജയും അജയുടെ ഫ്രണ്ട് പ്രകാശും ചേർന്നിട്ടായിരുന്നു പ്രൊഡ്യൂസേഴ്സിനെ കാണാൻ പോകുന്നത്. എന്നാൽ ഇവരുടെ കൂടെ ഇപ്പോൾ അധികം ക്ലോസ് അല്ലാത്ത ഇവരുടെ ഒരു ഫ്രണ്ട് കൂടിയുണ്ട്. ജന എന്നാണ് അവന്റെ പേര്. നേരെ ഒരുപാട് സ്വത്തും സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതെല്ലാം തന്നെ അവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് നഷ്ടപ്പെട്ടിട്ട് കുട്ടികളെ കൊണ്ടുപോകുന്ന വാനോടി നടക്കുകയാണ് അവൻ. അതിന്റെ പേരിൽ പലപ്പോഴും വിനോ ആകട്ടെ അവനെ കളിയാക്കാറുണ്ട്. ഇവർ കഴിച്ചതിന്റെ ബില്ലെടുത്ത് അവൻ നോക്കുന്ന കണ്ടിട്ട് നിന്റെ കയ്യിൽ കൊടുക്കാൻ കാശൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ നീ അത് നോക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. വിനോ അവനെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അവന് നല്ല ഫീൽ ആകുന്നുണ്ടായിരുന്നു. അജയും റിയ അവനെ ആശ്വസിപ്പിക്കും. വിനോയെ വഴക്ക് പറയുകയും ചെയ്യും. കുറച്ച് കാശുണ്ടായിരുന്നെങ്കിൽ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനി ആരംഭിക്കാമെന്നായിരുന്നു അജയുടെ ചിന്ത. എന്നാൽ അതിനുള്ള ക്യാഷ് അവന്റെ കയ്യിൽ ഇപ്പോഴില്ല. അജയും റിയയും കണ്ടുമുട്ടുന്നത് തന്നെ ഒരു പടത്തിന്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ്. റിയ ഒരു ആക്ട്രസ് ആയിരുന്നു. അജയുമായിട്ട് പ്രണയത്തിലായ ശേഷം അവൾ ആ കരിയർ എല്ലാം ഉപേക്ഷിച്ച് അവനെ മാരേജ് ചെയ്തു. ഇപ്പോൾ അവൾ പ്രഗ്നന്റും ആണ്. അജയും പ്രകാശും ദൂരെയുള്ള ഒരു പ്രൊഡ്യൂസറിനെ കാണാൻ പോവുകയാണ്. അയാളോട് കഥ പറഞ്ഞ് ഇത് ഓക്കെ ആവുകയാണെങ്കിൽ അയാളുമായിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യണം. അങ്ങനെ അജയും പ്രകാശും അവിടേക്ക് പോയി. റിയ ബാത്റൂമിൽ നിൽക്കുന്ന സമയത്ത് ടവൽ എടുക്കാൻ നേരത്ത് പേടിപ്പിക്കുന്ന ഒരു രൂപം അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഈ കുഞ്ഞു മരിച്ചുപോയി, ഇതിനെ ഇനി ഞാൻ എന്തു ചെയ്യുമെന്ന്. പേടിച്ചു വിറച്ച് അവൾ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഓടി. ചുറ്റും ഇതേ സൗണ്ട് മാത്രമാണ് കേൾക്കുന്നത്. പക്ഷെ ഇതും അവൾ സ്വപ്നം കണ്ടതായിരുന്നു. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പുറത്തേക്ക് നോക്കി അവൾ ആ ജനൽ ക്ലോസ് ചെയ്യാൻ നേരത്ത് പെട്ടെന്ന് ആരോ അവളുടെ ജനലിന്റെ അടുത്തേക്ക് വന്ന് കൈവെക്കുന്നു. ആ കയ്യിലെല്ലാം തന്നെ ചോര പടർന്നിട്ടുണ്ടായിരുന്നു. പേടിച്ചുകൊണ്ട് അവളാകട്ടെ വിനോയും സുജിയും വിളിക്കുന്നു. എന്നാൽ ഇവൾ വീണ്ടും പതിവ് പോലെ സ്വപ്നം കണ്ട് നിലവിളിക്കുന്നതാണെന്നാണ് ഇവര് വിചാരിക്കുന്നത്. ഒടുവിൽ ഇവളുടെ നിലവിളി കൂടിയപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അവൾ പറയുന്നുണ്ട് തന്റെ ജനലിന്റെ അടുത്ത് ആരോ വന്നുവെന്ന്. അവർ പുറത്തുപോയി പരിശോധിക്കുമ്പോൾ അത് കറക്റ്റ് ആയിരുന്നു. അവിടെ 2 കൈ പതിഞ്ഞതിന്റെ പാടുകളുണ്ട്. സുജി പറയുന്നുണ്ട് ആ ചെടികൾക്കിടയിൽ ആരോ ഉണ്ടെന്ന്. അവരവിടേക്ക് പോയി നോക്കുമ്പോൾ നേരത്തെ MLAയുടെ PA കാണിച്ചിരുന്നില്ലേ, അയാളെയാണ് കാണുന്നത്. അയാളുടെ ശരീരത്തിലെല്ലാം തന്നെ വെട്ടേറ്റിട്ടുണ്ടായിരുന്നു. പോലീസിനെ വിളിക്കാൻ ഇവർ തുടങ്ങിയപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, പോലീസിനെ വിളിക്കരുത്, അവരെന്നെ കൊന്നു കളയുമെന്ന്. MLAയുടെ ആൾക്കാരാണ് എന്നെ കൊല്ലാൻ നടക്കുന്നത്. എന്നിട്ട് അയാള് നടന്ന സംഭവങ്ങൾ അവരോട് പറയുന്നു. അയാള് തന്റെ മകളുമായിട്ട് ബൈക്കിൽ പോകുന്ന വഴിക്ക് ആ കുട്ടിക്ക് വല്ലാതെ ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നു. അതുകണ്ട് പേടിച്ച് അയാളുടെ കയ്യിൽ നിന്നും ബൈക്കിന്റെ നിയന്ത്രണം പോയി. അവർ രണ്ടുപേരും താഴേക്ക് വീഴുന്നു. ഹോസ്പിറ്റലിൽ അവളെ ആക്കിയപ്പോഴാണ് പറയുന്നത് അവളുടെ ഹൃദയത്തിലെ ഹോളുകൾ ഉണ്ടെന്ന്. നേരത്തെ അത് ഡയഗ്നോസ് ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തെങ്കിലേ പറ്റൂ. അതിന് ഏകദേശം 40 ലക്ഷം രൂപയാകും. അവരുടെ കയ്യിൽ അത്രയും പണമില്ലാത്ത കാരണം രാജേഷ് MLAയോട് പോയി ആ കാശിനെ പറ്റി സംസാരിക്കുന്നു. എന്നാൽ MLA ആകട്ടെ തന്റെ
തന്റെ കയ്യിൽ കാശൊന്നും തരാനില്ല എന്നും ഒരു കുട്ടി പോന്നെങ്കിൽ പോട്ടെ, നീ ഒരു അടുത്ത കുട്ടിക്ക് ജന്മം കൊടുക്കുക എന്നാണ് അയാൾ പറഞ്ഞത്. ഇലക്ഷന് വേണ്ടി വോട്ട് പിടിക്കാൻ അയാൾ കോടികൾ ഇവിടെ വരുത്തി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു 40 ലക്ഷം വിശ്വസ്തനായ ഇയാൾക്ക് കൊടുക്കാൻ അയാൾ തയ്യാറായില്ല. ഇത്രയും കാലം കൂടെ നിന്നിട്ടും അയാൾ തനിക്കൊരാവശ്യം വന്നപ്പോൾ തന്നെ സഹായിച്ചില്ല എന്ന് തോന്നിയത് കാരണം രാജേഷ് ആകട്ടെ അയാൾ ഇവിടെ വെച്ചിരുന്ന ആ 57 കോടി രൂപയും അയാൾ അറിയാതെ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു. എന്നിട്ട് ഡോക്ടറിനോട് പോയി രാജേഷ് പറയുന്നുണ്ട് താൻ പണം റെഡിയാക്കിയിട്ടുണ്ടെന്ന്. എന്നാൽ ദിവ്യയുടെ ഓപ്പറേഷൻ നടക്കുന്നത് ബാംഗ്ലൂർ ആയിരുന്നു. അവളെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ദിവ്യയുടെ ഹേർട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് നടക്കാൻ പോകുന്നത്. എവിടെയോ മരിച്ച 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഹൃദയമാണ് അവൾക്ക് വെക്കുന്നത്. ദിവ്യ ഹോസ്പിറ്റലിൽ തന്നെയാക്കി ഇവരാകട്ടെ വീട്ടിൽ നിന്നും സാധനങ്ങളും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയാകാൻ നേരത്ത് MLAയുടെ ആൾക്കാര് കാര്യം അറിഞ്ഞിട്ട് അവിടേക്ക് എത്തി. പണം എവിടേക്കാ നീ മാറ്റിയതെന്ന് അവർ ചോദിക്കുന്നു. രാജേഷിന്റെ വൈഫ് അയാളോട് പറയുന്നുണ്ട് നമ്മുടെ മകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന്. ആ ആൾക്കാർ ആ സ്ത്രീയുടെ കഴുത്തിൽ വെറുതെ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു രാജേഷിനെ. എന്നാൽ ആ സ്ത്രീ ആകട്ടെ കത്തി വാങ്ങി സ്വയം കഴുത്തിറക്കുന്നു. നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടോ, നമ്മുടെ മകളെ രക്ഷപ്പെടുത്തു എന്ന് പറയുന്നു. രാജേഷ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. പോകുന്ന വഴിക്ക് അയാളാകട്ടെ ഡോക്ടറെ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ പണവുമായിട്ട് അവിടെ എത്തിക്കൊള്ളാം, ഡോക്ടർ ഇപ്പൊ തന്നെ മകളെ ബാംഗ്ലൂരേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊള്ളാൻ. MLAയുടെ 57 കോടി രൂപയാണ് അയാൾ മാറ്റിയത്. ആ ആൾക്കാര് അയാളുടെ പിറകെ വന്ന് ആക്രമിച്ചെങ്കിലും അവരെയൊക്കെ അടിച്ചിട്ട് അയാൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. എന്നാൽ അയാളുടെ ശരീരത്തിൽ ഒരുപാട് വെട്ടേറ്റിട്ടുണ്ടായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് അയാളാകട്ടെ വിനോയോടും സുജിയോടും റിയോടും പറയുന്നുണ്ട് തന്റെ മകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന്. 57 കോടി രൂപ ഇവിടെ അടുത്തുള്ള ഒരു പഴയ ഫാക്ടറിയിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളത് അവിടെ പോയി എടുക്കണം. അതിൽ നിന്ന് 40 ലക്ഷം എന്റെ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. ബാക്കി മുഴുവൻ നിങ്ങളെടുത്തോ. മരിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ വിശ്വസിച്ചത് ഏൽപ്പിക്കുന്നതെന്നും എന്റെ മകളെ ഒരു വിധത്തിലും കൈവിടരുതെന്നും അയാൾ പറയുന്നു. അത്രയും പറഞ്ഞ് അയാൾ മരിച്ചു. ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയായിരുന്നു. റിയ പറയുന്നുണ്ട് പോലീസിനെ വിളിക്കാമെന്ന്. എന്നാൽ വിനോ പറയുന്നു പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളും കുടുങ്ങും. ഇത്രയും കാലം വിശ്വസ്തനായി നിന്ന ഇയാളെ കൊല്ലാൻ MLA ആളെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇയാൾ അവസാനമായിട്ട് നമ്മളോട് പലതും പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കി MLA വേണമെങ്കിൽ നമ്മളെയും കൊല്ലും. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ ഐഡിയ ഇയാളുടെ ശവം എവിടെയെങ്കിലും മറവ് ചെയ്തിട്ട് ആ പണം കണ്ടെത്തി അതിൽ നിന്ന് കുട്ടിയുടെ ഓപ്പറേഷൻ നടത്തിയിട്ട് ബാക്കി പണം നമ്മളെടുക്കുന്നതാണ്. എന്റെ ബിസിനസിന് ഉപയോഗിക്കാം, അജിയുടെ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുന്നതിനും ആ പണം ഉപയോഗിക്കാം. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറും. റിയയ്ക്ക് അതൊക്കെ കേട്ടപ്പോൾ പേടി തോന്നി. എന്നാൽ അജയ് ആണെങ്കിലും ഈ സ്ഥാനത്ത് ഇത് തന്നെ ചെയ്യുമായിരുന്നു എന്നാണ് വിനോ പറയുന്നത്. അങ്ങനെ അവർ 3 പേരും ചേർന്നിട്ട് അവരുടെ ആ വീടിന്റെ ബാക്കിൽ ആ ശവം കുഴിച്ചിടുന്നു. പിറ്റേന്ന് രാവിലെ സാത്താനെ സ്വപ്നം കൊണ്ടുകൊണ്ടാണ് റിയ ഞെട്ടി ഉണരുന്നത്. അവൾ അജയ് വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അവനാകട്ടെ പ്രൊഡ്യൂസറിനോട് കഥ പറയുകയാണ്. എന്നാൽ അയാളാകട്ടെ അവര് പറഞ്ഞ ബഡ്ജറ്റില് ആ പടം ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ഒരുപാട് ബഡ്ജറ്റ് കുറച്ചാണ് പറയുന്നത്. അത് ശരിയാകില്ല എന്ന് പറഞ്ഞിട്ട് അയാളുമായിട്ട് ഉടക്കിയാണ് അജയ് അവിടെ നിന്നും പുറത്തിറങ്ങുന്നത്. ആ സമയത്ത് റിയ വീണ്ടും വീണ്ടും വിളിക്കുന്നു. ഫോൺ എടുത്തു കഴിയുമ്പോൾ അവളാകട്ടെ നടന്ന കാര്യങ്ങളെല്ലാം അവനോട് പറയുന്നു. അവൻ ശരിക്കും ഞെട്ടിപ്പോയി. പക്ഷേ ഇവർ ഈ ഫോണിലൂടെ സംസാരിച്ച കാര്യങ്ങൾ മറ്റൊരാൾ കൂടി കേട്ടിട്ടുണ്ടായിരുന്നു. ഇവര് കോൾ ചെയ്ത സമയത്ത് അത് ക്രോസ് കണക്ട് ആയിട്ട് മറ്റൊരാൾക്കും കൂടി കോള് പോയി. രാജേഷ് പറഞ്ഞ കാര്യങ്ങളും രാജേഷിന്റെ മൃതദേഹം ഇവർ കുഴിച്ചിട്ടതും എല്ലാം തന്നെ റിയ ഫോണിലൂടെ പറയുന്നത് ആ പയ്യനും കേൾക്കുന്നു. ഇവിടെ MLA നഷ്ടപ്പെട്ട കാശ് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, രാജേഷിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാനാണ് പോലീസിനോട് പറയുന്നത്. പാർട്ടി ഫണ്ടിലെ 5 കോടിയുമായിട്ട് അവൻ മുങ്ങിയെന്ന് കേസ് കൊടുക്കാം. അവനെ കിട്ടിയില്ലെങ്കിൽ അവന്റെ കുട്ടിയെങ്കിലും കണ്ടുപിടിക്കണം. ഇവിടെ ഇവരുടെ സംഭാഷണം എല്ലാം കേട്ട ആ പയ്യനാകട്ടെ ഈ വിവരങ്ങളെല്ലാം അവന്റെ പരിചയക്കാരനായ കേബിൾ TV ഓപ്പറേറ്ററിനെ അറിയിക്കുന്നു. ഇവർ ഈ പറഞ്ഞ കാശ് നമ്മൾ തട്ടിയെടുക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് ഇവർക്കൊരു TV ചാനൽ തുടങ്ങാമെന്നായിരുന്നു ചിന്ത. അവര് ഫാക്ടറിയിൽ പോകുന്നതിന് മുമ്പ് ഇവരവിടെ പോയി കാശെടുക്കാനുള്ള പ്ലാനിങ് നടത്തുന്നു. ഇവിടെ അജയ് തിരിച്ചെത്തി കഴിയുമ്പോൾ നടന്ന വിവരങ്ങൾ ഇവർ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ കാണിച്ചത് മണ്ടത്തരമാണെന്ന് അജയ് പറയുന്നു. ഇത് വലിയ പ്രശ്നത്തിന് കാരണമാകും. പക്ഷേ ഇതുപോലൊരു അവസരം നമുക്കിനി കിട്ടില്ല എന്നും അയാൾ എന്തായാലും നമ്മുടെ കൈകൊണ്ടല്ലോ മരിച്ചത്, ആ പണമെങ്കിലും നമുക്ക് ഉപകരിക്കുമെന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല മരിക്കുന്നതിന് മുമ്പ് അയാളുടെ മകളെ രക്ഷിക്കണമെന്ന് അയാൾ റിക്വസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ജീവൻ നമുക്ക് രക്ഷിക്കാം. അതിനാ പണം എന്തായാലും നമ്മൾ എടുത്തെങ്കിലേ പറ്റൂ. വേറെ വഴിയില്ലാതെ ഇവർ ആ ഫാക്ടറിയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അവരാകട്ടെ അവരുടെ കൂട്ടുകാരനായ ജനയെ കൂടി വിളിക്കുന്നുണ്ട്. അവന്റെ വണ്ടിയിലാണ് ഇവർ പോകാൻ പ്ലാൻ ഇടുന്നത്. ജനയാകട്ടെ തന്റെ മുതലാളിയുടെ കയ്യിൽ നിന്ന് വഴക്കം കിട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനൊരു ഓഫർ വന്നത്. കാശ് കിട്ടുന്ന പരിപാടിയായുണ്ട് അവനും അതിനിറങ്ങി പുറപ്പെട്ടു. വണ്ടിയിലിരിക്കുമ്പോഴും റിയ ആകട്ടെ സാത്താന്റെ സ്വപ്നങ്ങൾ കാണുകയായിരുന്നു. അവിടെ വെച്ചും അവൾ ആ കുഞ്ഞിന്റെ ആത്മാവിനെ കാണുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇവൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വപ്നം വരുന്നതെന്ന് അവൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല. എന്തായാലും ഇവരെല്ലാവരും ആ ഫാക്ടറി കണ്ടുപിടിച്ച് അവിടെ എത്തി. അതിനു മുമ്പേ തന്നെ ആ TV ഓപ്പറേറ്റേഴ്സ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരെ ഇത്രയും പേരെയും കണ്ടപ്പോ അവരൊന്ന് പേടിച്ചു. ഇവരകത്ത് കയറി ആ പണം അന്വേഷിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അത് കണ്ട് ഈ ഓപ്പറേറ്റേഴ്സ് പറയുന്നുണ്ട് ഇനി എങ്ങാനും അവർക്ക് ആദ്യം കാശ് കിട്ടുകയാണെങ്കിൽ നമുക്കതെല്ലാം വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാം. എന്നിട്ട് അത് കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് കാശ് കുറച്ച് വാങ്ങിച്ചെടുക്കാം. അതെങ്കിലും നടക്കട്ടെ. അതായിരുന്നു അവരുടെ പ്ലാൻ. അത് കാരണം ഇവര് അജയുടെയും ഗ്യാങ്ങിന്റെയും പിറകെ അവര് കാണാതെ ക്യാമറയുമായിട്ട് നടക്കുകയാണ്. ഓരോരുത്തരും പല ഏരിയയിലേക്ക് പോയി അന്വേഷിക്കാൻ ആരംഭിച്ചു. സുജിക്കാകട്ടെ അവിടെ നിന്നും ഒരു പാവയെ കിട്ടുന്നു. അത് അവളെടുത്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അതുവഴി ഒരു നിഴല് പോകുന്ന പോലെ അവൾക്ക് തോന്നി. അവൾ ഒന്ന് പേടിച്ചു. അജയ് ഒരിടത്ത് നടന്നു പോകുമ്പോൾ അണ്ടർഗ്രൗണ്ടിലേക്ക് ചെറിയൊരു പാത കാണുന്നുണ്ട്. അവൻ അതിന്റെ മൂടി തുറന്നു നോക്കിയതും അതിനുള്ളിൽ നിന്നും ഒരു നായ കൊരച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് ചാടി. പെട്ടെന്ന് അവൻ അതിന്റെ മൂടി
കുറ്റിയടച്ചു. പ്രകാശ് അവിടെ ഇരുന്ന വീപ്പകളെല്ലാം തന്നെ തള്ളിയിട്ട് അതിനുള്ളിൽ പണം ഉണ്ടോ നോക്കിയിരുന്നു. ഒന്നിൽ നിന്നും പണം കിട്ടിയില്ല. റിയ പോയി നോക്കുന്ന സ്ഥലത്താകട്ടെ ഏതോ ഒരു കുട്ടി വരച്ച് കുറെ ചിത്രങ്ങൾ അവൾ കാണുന്നുണ്ട്. അവളുടെ ബാക്കിലേക്ക് രാജേഷിന്റെ മകൾ ദിവ്യ വരുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നു. അവൾ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആ കുട്ടി അപ്രത്യക്ഷമായിട്ടുണ്ടായിരുന്നു. അമാനുഷികമായിട്ട് അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അവൾ വല്ലാതെ പേടിച്ചു വിറയ്ക്കുന്നു. അജയ് അവളെ വന്ന് ആശ്വസിപ്പിക്കുന്നു. ഇതൊക്കെ നിന്റെ തോന്നല, അല്ലാതെ അങ്ങനെയൊന്നും തന്നെ ഇല്ലെന്നാണ് അവൻ പറയുന്നത്. പ്രകാശ് അവരെ വിളിച്ച് അവിടെ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. അത് ലാറ്റിൻ ഭാഷയായിരുന്നു. അജയ് നേരത്തെ ലാറ്റിൻ പഠിച്ചിരുന്നത് കൊണ്ട് തന്നെ അതിന്റെ അർത്ഥം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സാത്താനെ വിളിക്കുന്ന എന്തൊക്കെയോ മന്ത്രങ്ങളാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ആന്റി ക്രൈസ്റ്റുകളുടെ സിംബൽസും അവിടെയുണ്ട്. സാത്താനെ കുമ്പിടുന്ന ആൾക്കാരാണ് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ ഇവിടെ എന്തൊക്കെയോ പ്രക്രിയകൾ നടത്തിയിട്ടുണ്ട്. സാത്താന്മാരുടെ രാജാവായ ലൂസിഫറിനെയാണ് ഇവർ ആരാധിക്കുന്നത്. അതിന്റെ സിംബൽസ് ആയിരുന്നു അതെല്ലാം തന്നെ. ഇതുപോലൊരു സ്ഥലത്ത് ഇങ്ങനെയൊരു റിച്വൽ അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണ പ്ലേസ് അല്ലാന്നും അജയ്ക്ക് തോന്നി. എന്തായാലും ഇവിടെ നിൽക്കണ്ട, നമുക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് അവർ ആ ഏരിയയിൽ നിന്നും പോകുന്നു. ഇടയ്ക്ക് അവനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആൾക്കാർ പ്രാർത്ഥന നടത്തുന്നതായിട്ട് അവന് ഫീൽ ചെയ്യുന്നുണ്ട്. അവൻ അവിടെ നിന്നും വീണ്ടും തിരിച്ചു പോയി കഴിയുമ്പോൾ അവന്റെ രേഖാചിത്രം വരച്ച ഒരു പേപ്പർ കൂടി അവിടെ വന്ന് വീഴുന്നുണ്ട്. വിനോയും പ്രകാശും ചേർന്നിട്ട് അവിടെ പൂട്ടിയിട്ടിരുന്ന ഒരു വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നു. സുജി മറ്റൊരു സ്ഥലത്ത് പണം അന്വേഷിച്ച് നടക്കുന്നു. ആ ടൈമിൽ ജന അവളുടെ മുന്നിലേക്ക് വന്ന് പറയുന്നുണ്ട്, ഇവിടെയും ഒരു പണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. അവർ സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് പെട്ടെന്നാരോ ജനയുടെ കാലിൽ വലിച്ചഴിച്ച് അവനെ ദൂരേക്ക് കൊണ്ടുപോയി. പേടിച്ചുപോയ സുജി എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നു. ഇവിടെ വേറെ എന്തോ ഉണ്ട്, അത് ജനയെ കൊണ്ടുപോയെന്ന് അവൾ പറയുന്നു. എന്നാൽ അവർക്ക് ആർക്കും അത് വിശ്വാസം തോന്നുന്നില്ല. ജന നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും എന്നാണ് അവർ വിചാരിക്കുന്നത്. അവർ ജനയെ അന്വേഷിച്ച് അവിടെ ഇവിടെ നടക്കുമ്പോൾ ആ ഏരിയയിൽ ചെറിയൊരു കാട്ടിനുള്ളിൽ നിന്നും ജനയെ കണ്ടെത്തുന്നു. അവന്റെ തലയിലെല്ലാം തന്നെ രക്തം പറ്റിയിട്ടുണ്ടായിരുന്നു. ചെറിയ ജീവൻ മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ മരിക്കുകയും ചെയ്തു. ഇത് കണ്ട് അവരെല്ലാവരും പേടിക്കാൻ തുടങ്ങി. സുജിയാകട്ടെ ഇവരുടെ അടുത്തേക്ക് ഓടി വരികയായിരുന്നു. ആ സമയത്ത് അവൾ പെട്ടെന്ന് താഴേക്ക് വീഴുന്നു. ആരോ അവളെ തള്ളിയിട്ട പോലെയാണ് അവൾക്ക് തോന്നിയത്. അതവൾ അവരോട് പറഞ്ഞെങ്കിലും നിനക്ക് തോന്നിയതായിരിക്കുമെന്നാണ് അവർ പറയുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് അവർ തിരിച്ച് ജനയെ നോക്കിയെങ്കിലും ജനയുടെ ബോഡി അവിടെ ഉണ്ടായിരുന്നില്ല. ഇതെന്താ ഇവിടെ നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. അവിടെ കിടന്ന ബോഡി പെട്ടെന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. ആ സമയത്ത് പെട്ടെന്ന് നേരത്തെ അജയ് കണ്ട ആ നായയില്ലേ, അത് അവരുടെ അടുത്തേക്ക് ഓടി വരുന്നു. പലരും പല വഴിക്കോടി. ഒരു വിധത്തിൽ സുജിയും വിനോയും ചേർന്നിട്ട് ആ നായ ഒരു റൂമിൽ പൂട്ടിയിട്ടു. റിയ പറയുന്നുണ്ട് ഇവിടെ എന്തോ പ്രേതബാധയുള്ള പോലെയാണ് തോന്നുന്നതെന്ന്. സുജിയും അത് തന്നെ പറയുന്നു. എന്നാൽ അജയും വിനോവും പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ തോന്നലായിരിക്കും. അവർ ഇവിടെ നിന്ന് പോകാമെന്ന് വാശി പിടിച്ചെങ്കിലും അജയും വിനോയും പറയുന്നുണ്ട് ആ പണം കണ്ടെത്തി ആ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചെങ്കിലേ പറ്റൂ. നമ്മൾ അയാൾക്ക് മരിക്കുന്നതിന് മുമ്പ് വാക്കു കൊടുത്തതാ. ഇവിടെ TV ഓപ്പറേറ്റേഴ്സ് ഇവര് സംസാരിക്കുന്നതെല്ലാം തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവരും ചിന്തിക്കുന്നുണ്ട് ആ ബോഡി എവിടെ പോയി എന്ന്. എന്തായാലും ഇവർ വീണ്ടും പല ദിശകളിലേക്ക് പോയി ആ പണം അന്വേഷിക്കാൻ തുടങ്ങി. റിയ ഇത്തവണ പോയ ഒരു റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൾ കാണുന്നത് ഒരു കുരിശ് തലകീഴായി നിൽക്കുന്നതാണ്. അവളത് നേരെയാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെ നടന്നിരുന്ന ചില റിച്വൽസ് എല്ലാം തന്നെ അവൾ കാണുന്നുണ്ട്. കുറെ ആൾക്കാർ ചേർന്നിട്ട് രക്തം പുരണ്ട ഒരു കുഞ്ഞിനെ വെള്ളത്തിലേക്ക് മുക്കിയിട്ട് അതിനെ മുകളിലേക്ക് ഉയർത്തുന്നു. പേടിച്ചുപോയ അവൾ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിവെന്ന് അജയോട് താൻ കണ്ട കാര്യങ്ങൾ പറയുന്നു. ഓൾറെഡി അവൾ നേരത്തെ സ്വപ്നം കാണുന്നതാണ്. ഇതെല്ലാം അവളുടെ തോന്നലായിരിക്കുമെന്നാണ് അവൻ വിചാരിക്കുന്നത്. ഇവരിങ്ങനെ പേടിച്ചു നിൽക്കുന്ന കണ്ടിട്ട് പ്രകാശ് നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് മുകളിൽ നിന്ന് ചോദിക്കുന്നു. കുഴപ്പമൊന്നുമില്ലാന്ന് അവർ പറഞ്ഞതും പ്രകാശ് പെട്ടെന്ന് കാല് വഴുതി താഴേക്ക് വീഴുകയാണ്. അജയ് റിയയും അവനെ രക്ഷിക്കാൻ അവന്റെ അടുത്തേക്ക് വന്നെങ്കിലും റിയയുടെ കാല് സ്ലിപ്പായി. അജയ് അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രകാശിനെ അവിടെ കാണുന്നില്ല. റിയയാകിട്ട് വീണ്ടും ആ അമ്മയും കുഞ്ഞിന്റെയും പ്രേതത്തെ കാണുന്നു. അജയോട് അവൾ പറയുന്നുണ്ട് ഇവിടെ എന്തൊക്കെയോ നടക്കുന്നു. ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ അമ്മയും കുഞ്ഞിന്റെ പ്രേതത്തെ ഞാൻ ഇവിടെയും കണ്ടു. അജയ്ക്ക് അവളോട് എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു. നീ ഇങ്ങനെ സ്വപ്നം കണ്ട കാര്യങ്ങൾ ഇവിടെ നേരിട്ട് കാണുമെന്നാണ് അവൻ ചോദിക്കുന്നത്. ആ സമയത്ത് അവർ അടച്ചിട്ടിരുന്ന നായയില്ലേ, അത് ജനല് തകർത്തിട്ട് പുറത്തേക്കിറങ്ങി. അതേ ടൈമില് വിനോയും സുജിയും ഇവരെ അന്വേഷിച്ച് ആ കെട്ടിടത്തിന്റെ ബാക്കിലൂടെ നടക്കുന്ന സമയത്ത് നമ്മുടെ TV ഓപ്പറേറ്റേഴ്സ് ഇവരെ ഒളിഞ്ഞിരുന്ന് ഷൂട്ട് ചെയ്യുകയായിരുന്നു. വിനോയും സുജിയും നടന്നു ചെല്ലുന്നത് ആ നായ ഉണ്ടായിരുന്ന ആ ചെറിയൊരു അണ്ടർഗ്രൗണ്ട് ഏരിയയിലേക്കാണ്. ആ നായയാകട്ടെ ആ ചെറിയ ഹോളിന് ചുറ്റും കിടന്ന് കറങ്ങിയായിരുന്നു. ഇതെന്തിനാ ഇവിടെ കിടന്ന് കറങ്ങുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. എന്തായാലും തൽക്കാലം അതിന്റെ അടുത്തേക്ക് അവർ പോവാൻ നിന്നില്ല. അവിടെ നിന്ന് അവർ മറ്റൊരു സൈഡിലേക്ക് പോയി. അജയൻ റിയയാകട്ടെ പ്രകാശിനെ തേടി പോകുന്ന വഴിക്ക് ഇവരുടെ ദേഹത്തേക്ക് രക്തം വീഴുന്നു. മുകളിലേക്ക് നോക്കുമ്പോൾ പ്രകാശിന്റെ ഡെഡ് ബോഡി ഇരിക്കുന്നതാണ് കാണുന്നത്. ആ കെട്ടിടത്തിന്റെ മുകളിൽ ആരോ കമ്പി കുത്തിക്കയറ്റ നിലയിലായിരുന്നു അവന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. വിനോയും സുജി അവിടേക്ക് വന്നപ്പോൾ ഇവർ പറയുന്നുണ്ട് പ്രകാശിന്റെ മൃതദേഹം അവിടെ കണ്ടുവെന്ന്. തങ്ങൾ കാണുന്നതൊക്കെ അവർക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ആരോ മറിഞ്ഞിരുന്ന് ഓരോരുത്തരെയായിട്ട് കൊല്ലുകയാണ്. അവരെങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതും ആ TV ഓപ്പറേറ്റർ ആയിട്ടുള്ള ഒരാളുടെ മൃതദേഹം വന്ന് വീഴുന്നു. അയാളെ കണ്ടിട്ട് ഇവർ ഞെട്ടിപ്പോയി. ഇതിപ്പോ ആരാണെന്നുള്ള ചിന്തയായിരുന്നു അവർക്ക്. അവരുടെ കൂട്ടത്തിലുള്ള ആളുമല്ല. ആ ഡെഡ് ബോഡി കണ്ട് പേടിച്ച് സുജി പുറത്തേക്ക് ഇറങ്ങി ഓടി. വിനോ ആകട്ടെ അവളുടെ പിറകെയും. പക്ഷെ പെട്ടെന്ന് സുജിയുടെ അടുത്തേക്ക് ആരോ വരികയും അവളുടെ തലയിലേക്ക് അടിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു തവണ അടിച്ചിട്ടും ചാവാതെ കിടന്ന അവളുടെ അടുത്തേക്ക് അയാൾ വന്നിട്ട് രണ്ടാമതും അടിക്കുന്നു. ആ അടിച്ച വ്യക്തിയുടെ മുഖം കണ്ട് അവള് ഞെട്ടിപ്പോയി. അത് ജനയായിരുന്നു. ജന മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളെ കൊന്നിട്ട് അവൻ അവിടെ നിന്നും പോയി. സുജി മരിച്ചു കിടക്കുന്ന കണ്ടിട്ട് വിനോ ആകെ തകർന്നു പോയി. അവൻ അത്രയധികം ഇഷ്ടമായിരുന്നു അവളെ. അജയ്ക്കും റിയയ്ക്കും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയെങ്കിലേ പറ്റൂ. ഇവിടെ എന്തോ ബാധയുണ്ടെന്ന് തന്നെ റിയ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ശരിക്കും ഇവരെ
എല്ലാം കൊന്നത് ജനയായിരുന്നു. ജന രണ്ടാമത്തെ ഓപ്പറേറ്ററെയും കെട്ടിയിട്ടിരിക്കുകയാണ്. അവനെ കൊല്ലാതെ ജന വിട്ടതിന് ഒരു കാരണമുണ്ട്. ഇവരെ രണ്ടുപേരും ജന കൈയോടെ പൊക്കുമ്പോൾ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം മറ്റേ ഓപ്പറേറ്ററെ കൊന്നു. ഇവനെ കൊല്ലാൻ തുടങ്ങിയപ്പോഴേക്കും ഇവൻ കരഞ്ഞു പറയുന്നുണ്ട്, ഞാനിവിടെ കാശിന് വേണ്ടി മാത്രം വന്നതാ. പണ്ട് എന്റെ ഫാമിലിയുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടു. അതിന്റെ പേരിൽ സമൂഹത്തിൽ ഒരുപാട് ഞങ്ങൾ നാണം കെട്ടതാ. പഴയ ആ ഒരു ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു പോകണം, അതിന് കുറച്ച് ക്യാഷ് വേണം, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ വന്നതെന്ന്. തന്റെ അവസ്ഥ തന്നെയാണ് ഈ പയ്യന്റെതെന്ന് മനസ്സിലാക്കിയ ജനയാകട്ടെ അവനെ വെറുതെ വിടുകയായിരുന്നു. തൽക്കാലം അവനെ കെട്ടിയിട്ടിട്ട് ബാക്കി എല്ലാരും ഇവിടെ നിന്ന് ഓടിച്ച് ആ കാശെടുക്കാനായിരുന്നു ജനയുടെ പ്ലാൻ. ഇവിടെ റിയ അജയും വിനോട് പറയുന്നുണ്ട്, ഇവള് പറയുന്ന പോലെ ഇവിടെ എന്തൊക്കെയോ മിസ്റ്റീരിയസ് ആയിട്ട് നടക്കുന്നുണ്ട്. കാരണം ആ സാത്താനെ വിളിക്കുന്ന കർമ്മങ്ങൾ ഇവിടെ നടത്തിയതിന്റെ തെളിവുകളുണ്ട്. സാത്താന്റെ നമ്പരായ 3 ആറുകൾ അടങ്ങുന്ന നമ്പർ ഇവിടെ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇത് മനുഷ്യന്റെ പണിയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. മനുഷ്യനാണോ പ്രേതമാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആ ബോഡിയെല്ലാം ശേഖരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റൂ. അങ്ങനെ ഇവർ ഓരോരുത്തരും മരിച്ചു കിടന്ന ഇവരുടെ കൂട്ടുകാരുടെ ബോഡിയെല്ലാം തന്നെ എടുത്തുകൊണ്ടുവരുന്നു. ആദ്യം സുജിയുടെയും പിന്നെ പ്രകാശിന്റെയും മൂന്നാമതായിട്ട് ആ TV ഓപ്പറേറ്ററിന്റെയും ബോഡികൾ അവർ കൊണ്ടുവന്നു. ബോഡി എടുക്കാൻ പോകുന്നതിനിടയ്ക്ക് കാൽവഴുതി വീണിട്ട് അജയുടെ കയ്യിലൊരു മുറിവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. 3 ബോഡികൾ അവിടെ കൊണ്ടുവച്ചിട്ട് റിയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അവർ ഒന്നുകൂടി ജനയുടെ ബോഡി തേടി പോകുന്നു. ജന മരിച്ചു എന്നല്ലേ അവർ വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ ആ സമയത്ത് റിയയുടെ അടുത്തേക്ക് ഒരു കാക്ക വരുന്നുണ്ട്. അവൾ അതിനെ കണ്ട് പേടിച്ചിട്ട് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണു തുറന്നതും അവളുടെ മുന്നിൽ ആ കുഞ്ഞിന്റെ പ്രേതമായിരുന്നു ഉണ്ടായിരുന്നത്. പേടിച്ചവൾ നിലവിളിച്ചു നോക്കുമ്പോൾ അവളുടെ കൺമുന്നിലുണ്ടായിരുന്ന ബോഡി ഒന്നും തന്നെ കാണുന്നില്ല. അവളുടെ നിലവിളി കേട്ടിട്ട് വിനോയും അജയ് അവിടെ ഓടി വരുന്നു. ഞാൻ കണ്ണടച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ ബോഡി കണ്ടില്ല എന്നാണ് അവൾ പറയുന്നത്. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറയുന്നു. അജയ് വിനോയോട് പറയുന്നുണ്ട്, തൽക്കാലം നമുക്കിപ്പോ ഇവിടെ നിന്നും പോകാം. റിയ പറയുന്ന പോലെ ഇവിടെ എന്തെങ്കിലും അമാനുഷികമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാം. ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. വേറെ വഴിയില്ലാതെ അവർ പറയുന്നത് വിനോയ്ക്കും കേൾക്കേണ്ടി വരുന്നു. അങ്ങനെ അവർ 3 പേരും വണ്ടിയിൽ കയറിപ്പോയി. അവര് പോകുന്ന കണ്ട് ആശ്ചര്യം ഒഴിഞ്ഞെന്ന് കരുതി ജനയാകട്ടെ ആ കെട്ടിയിട്ട രണ്ടാമത്തെ ഓപ്പറേറ്ററിന്റെ അടുത്തേക്ക് വരുമ്പോ അവിടെ അയാൾ ഉണ്ടായിരുന്നില്ല. അയാൾ കെട്ടഴിച്ച് രക്ഷപ്പെട്ടിരിക്കുന്നു. ജന അയാളെ തേടി നടക്കുകയാണ്. ഇവിടെ വണ്ടിയിലിരുന്ന് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന വിനോ പറയുന്നുണ്ട്, അവിടെ നടക്കുന്നതിന് കാരണം പ്രേതമല്ല, ഒരു മനുഷ്യനാണ്. കാരണം നമ്മൾ അവിടേക്ക് പോകുമ്പോ ജനയാകട്ടെ ഒരു സിഗരറ്റ് പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സിഗരറ്റ് അവന്റെ കയ്യിലുണ്ടായിരുന്നതാണ്. അവനെ കൊന്നിട്ട് ആ സിഗരറ്റ് ആരോ എടുത്തിട്ടുണ്ട്. കൊലയാളി അത് വലിച്ചുകൊണ്ടാണ് പലയിടത്തും നടന്നിരിക്കുന്നത്. ഇടയ്ക്ക് സുജിയുടെ ഒപ്പം നടക്കുന്ന സമയത്ത് വിനോയ്ക്ക് ആ സിഗരറ്റിന്റെ സ്മെല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല TV ഓപ്പറേറ്ററിന്റെ ബോഡി കിട്ടിയ സ്ഥലത്തും പാതി കത്തിയ നിലയിൽ ആ സിഗരറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവനത് കാര്യമാക്കിയില്ല. പക്ഷെ ഇപ്പൊ എല്ലാവരും ആലോചിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ഏതോ ഒരു മനുഷ്യൻ തന്നെയാണെന്നാണ് വിനോ പറയുന്നത്. എന്താണെങ്കിലും ആ ഡൗട്ട് ക്ലിയർ ആക്കിയിട്ട് പോയാൽ മതി എന്ന് വിചാരിച്ചിട്ട് അവർ വീണ്ടും തിരിച്ചുപോയി. അപ്പോഴേക്കും ജനയാകട്ടെ ആ ഒളിച്ചിരുന്ന രണ്ടാമത്തെ ഓപ്പറേറ്ററിനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അവൻ രക്ഷപ്പെടാൻ ജനയെ ചവിട്ടി. ജന ചെന്ന് വീഴുന്നത് നേരത്തെ ആ നായ കറങ്ങിക്കൊണ്ടിരുന്ന ആ ഹോളിന്റെ അകത്തേക്കാണ്. അവിടേക്ക് വീണ ജന കണ്ണു തുറന്നു നോക്കുമ്പോ അതിനുള്ളിൽ നിറയെ ചാക്കുകെട്ടുകളായിരുന്നു. ആ ചാക്കിൽ നിറയെ പണവും. രാജേഷ് ഒളിപ്പിച്ചു വെച്ച പണം കണ്ടെത്തിയ സന്തോഷത്തിലായിരുന്നു ജന. ഇനി പണമൊന്നും വേണ്ട, ജീവൻ മതി എന്ന് വിചാരിച്ചിട്ട് ആ ഓപ്പറേറ്റർ ആകട്ടെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇവൻ പുറത്തേക്ക് ഓടി പോകുന്ന സമയത്താണ് അജയും കൂട്ടരും അവിടേക്ക് വരുന്നത്. തന്നെ രക്ഷിക്കൂന്ന് പറഞ്ഞിട്ട് അവൻ ഓടി അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ജന ഒരു കത്തി എറിഞ്ഞിട്ട് അവനെ കൊന്നിട്ടുണ്ടായിരുന്നു. താൻ പറഞ്ഞ പോലെ ഇതിന്റെ പിന്നിൽ മനുഷ്യൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് വിനു ആകട്ടെ അകത്തേക്ക് കയറി ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കുന്നു. അടുത്ത നിമിഷം അവന്റെ കഴുത്തിലും വെട്ടി ജന അവനെ കൊല്ലുകയാണ്. മരിക്കുന്നതിന് മുമ്പ് ജനയുടെ മുഖം കണ്ടുകൊണ്ടാണ് വിനോയും മരിക്കുന്നത്. വിനോയും മരിച്ചത് കണ്ടിട്ട് അവർ വല്ലാതെ ഭയപ്പെടാൻ തുടങ്ങി. ആ സമയത്ത് പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് ഒരു ആയുധവുമായിട്ട് ഒരാൾ വരുന്നു. പക്ഷെ ആ വ്യക്തി ജനയായിരുന്നില്ല, അത് മറ്റൊരാളായിരുന്നു. ഇനിയാണ് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അജയും കൂട്ടരും ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ജനയെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ജനയുടെ കൂടെ ഉണ്ടായിരുന്ന ജനയുടെ കൂട്ടുകാരനായിരുന്നു അത്. ഇവര് പണം എടുക്കാൻ പ്ലാൻ ഇടുന്ന കാര്യം ജന ആ കൂട്ടുകാരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇവർ അമാനുഷികമായി കണ്ട പല കാര്യങ്ങളും ജനയും ഈ കൂട്ടുകാരനും കൂടി ഒരുമിച്ച് ചെയ്തതാണ്. ജനയും ഇവരുടെ മുന്നിലേക്ക് വരുന്നു. ഇതിന്റെ പിന്നിൽ ജനയാണെന്ന് അറിഞ്ഞതോടുകൂടി അജയും റിയയും ആകെ തകർന്നുപോയി. പണത്തിന് വേണ്ടിയിട്ടായിരുന്നു ജന ഇതെല്ലാം ചെയ്തത്. നമ്മളത് പങ്കിട്ടെടുക്കാമെന്ന് പറഞ്ഞതല്ലേ എന്ന് അജയ് ചോദിക്കുമ്പോ അങ്ങനെ പങ്കിട്ട പണം എനിക്ക് വേണ്ട, അത് മുഴുവൻ എനിക്ക് വേണമെന്നാണ് ജന പറയുന്നത്. മുഴുവൻ വേണമെങ്കിൽ പോലും നിനക്ക് തന്നേനെ, പക്ഷെ അതിനു വേണ്ടിയിട്ട് നീ ഇങ്ങനെ ആൾക്കാരെ കൊല്ലണ്ടായിരുന്നു എന്ന് അജയ് പറയുന്നു. എന്നാൽ വിനോ എന്നെ പലതവണ കാശില്ലാത്തിന്റെ പേരിൽ കളിയാക്കിയിട്ടുണ്ടെന്നാണ് ജന പറയുന്നത്. റിയ ഓൾറെഡി ഇങ്ങനെ സ്വപ്നം കാണാറുണ്ടെന്നും അവളുടെ ഇടയ്ക്കിടയ്ക്ക് പേടിക്കാറുണ്ടെന്നും ഒക്കെ അറിയാവുന്ന ജന അവളുടെ ആ ഒരു പേടിയെ ഇവരെ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയായിരുന്നു. സുജിയുടെ മുന്നിൽ വെച്ചിട്ട് ജനയെ ആരോ വലിച്ചൊഴിച്ചു പോകുന്നതായിട്ട് കാണിച്ചില്ലേ, അത് നേരത്തെ തന്നെ ജന തന്റെ കൂട്ടുകാരനുമായിട്ട് പ്ലാൻ ചെയ്തതാണ്. അവന്റെ കാലിൽ കയറ് കെട്ടിയിട്ട് ആ കൂട്ടുകാരനാണ് വലിച്ചത്. അതുപോലെ സുജി ഓടി വരുന്ന സമയത്ത് അവൾ വീണതും ഇവരുടെ പണിയായിരുന്നു. വീഴാൻ പോയ പ്രകാശിനെ ജന രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ജനയുടെ കൂടെ ഈ കൂട്ടുകാരനെ കണ്ടതോടുകൂടി പ്രകാശിനെ അവർ അവിടെ വെച്ച് കൊന്നു. കൂടെ നിന്ന് അവൻ തങ്ങളെ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കി അജയ് ആകട്ടെ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അവന്റെ കൂട്ടുകാരനെ ചവിട്ടി ദൂരേക്കിടാൻ നേരത്ത് അവിടെ ഉണ്ടായിരുന്ന കമ്പിയിലേക്ക് അവൻ പോയി വീഴുകയും തൽക്ഷണം അവൻ മരിക്കുകയും ചെയ്തു. ജനയും ഇവനും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിയയുടെ അടുത്തേക്ക് ആ കുഞ്ഞിന്റെ ആത്മാവ് വീണ്ടും വരുന്നുണ്ട്. ആ ആത്മാവ് അവളുടെ കയ്യിൽ പിടിക്കുകയും അവളുടെ വയറ്റിൽ പതിയെ തടവുകയും ചെയ്യുന്നു. കുറച്ചു കഴിയുമ്പോഴേക്കും അവൾക്ക് വല്ലാതെ വയറുവേദന എടുക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവളുടെ ഡ്രസ്സിലെല്ലാം
ഭാഗങ്ങളിലെല്ലാം തന്നെ രക്തം പുരണ്ടു. അവൾക്ക് അബോർഷൻ ആയിരിക്കുന്നു. അവൾ കരയുന്ന കണ്ടിട്ട് അജയ് അവളുടെ അടുത്തേക്ക് ഓടി വരുന്നതും ആ ചാൻസ് മുതലെടുത്ത് ജന അവനെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ആ നായയാകട്ടെ ജനയെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. ഒരു വിധത്തിൽ അജയ് ആകട്ടെ റിയയെ വണ്ടിയിലേക്ക് ഇരുത്തി. ആ നായ അവന്റെ അടുത്തേക്ക് വരുമ്പോ രണ്ടും കൽപ്പിച്ച് അവൻ നിൽക്കുകയായിരുന്നു. പക്ഷെ ആ നായ അവനെ ഒന്നും ചെയ്യുന്നില്ല. സ്നേഹത്തോടെ അവന്റെ ശരീരത്തിൽ വന്ന് ഉരസുകയാണ് അത് ചെയ്യുന്നത്. എന്നിട്ട് അവനെ ഒരു സ്ഥലത്തേക്ക് അത് കൂട്ടിക്കൊണ്ടു പോകുന്നു. അതേ ഹോളിന്റെ അടുത്തേക്കാണ് അവനെ അത് കൊണ്ടുപോയത്. ആ ഹോളിനുള്ളിലേക്ക് നോക്കിയപ്പോ ആ പണവും അവൻ കാണുന്നു. അങ്ങനെ അവൻ ആ പണം എടുക്കുകയും ആ പണം ഉപയോഗിച്ചിട്ട് രാജേഷിന്റെ മകൾ ദിവ്യയുടെ ഓപ്പറേഷൻ നടത്തുകയും ചെയ്തു. അച്ഛനും അമ്മയും മരിച്ചുപോയ സ്ഥിതിക്ക് ആ കുട്ടിയുടെ ഉത്തരവാദിത്തം ഇവർ ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ്. കാരണം ഇവരുടെ കുഞ്ഞെന്തായാലും ഇവർക്ക് നഷ്ടപ്പെട്ടല്ലോ. ഇടയ്ക്ക് ചെക്കപ്പിന് വേണ്ടിയിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അവളെ ഒന്ന് കൊണ്ടുവരണമെന്ന് ഡോക്ടർ അവരോട് പറയുന്നു. അവളുടെ സ്കാനിംഗ് റിപ്പോർട്ടല്ല ഇപ്പോൾ വന്നതേ ഉള്ളൂ, ഒന്നുകൂടി അത് പരിശോധിക്കണമായിരുന്നു. എന്തായാലും നിങ്ങൾ പൊയ്ക്കോ, അത് പരിശോധിച്ചിട്ട് ഞാൻ വൈകിട്ട് റിപ്പോർട്ട് അയക്കാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അത് പരിശോധിക്കാൻ പോയി. ഇവർ ദിവ്യയും കൊണ്ട് തങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി താഴേക്ക് ഇറങ്ങുകയും ചെയ്തു. പക്ഷെ ആ സ്കാനിംഗ് റിപ്പോർട്ട് പരിശോധിച്ച ഡോക്ടർ ഞെട്ടിപ്പോയി. കാരണം അതില് അവളുടെ തലയോട്ടിക്കുള്ളില് സാത്താന്റെ നമ്പരായ 3 ആറുകളുടെ സിമ്പൽ ഉണ്ടായിരുന്നു. അതിനർത്ഥം ആ കുട്ടി സാത്താന്റെ കുട്ടിയാണ്. പേടിച്ചുപോയ ഡോക്ടർ ഇവരെ വിളിക്കാൻ അവരുടെ പിറകെ ഓടിയെങ്കിലും അവരപ്പോഴേക്കും താഴെ എത്തിയിട്ടുണ്ടായിരുന്നു. ദിവ്യയും കൊണ്ട് ഇവർ കാറിലേക്ക് കയറാൻ നേരത്ത് തൊട്ടടുത്ത കാറിലുണ്ടായിരുന്ന നായ വല്ലാതെ കുരയ്ക്കുന്നു. കുറച്ചു കഴിയുമ്പോഴേക്കും ആ കാറിന്റെ ഗ്ലാസ് മുകളിലേക്ക് പൊങ്ങി ആ നായ തൽക്ഷണം മരിക്കുകയും ചെയ്തു. ഇതെല്ലാം ദിവ്യയുടെ കളിയായിരുന്നു. ഡോക്ടർ മുകളിൽ നിന്നിട്ട് അജയെ പലതവണ വിളിച്ചെങ്കിലും അജയ് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഫോൺ വിളിച്ചിട്ടും അവൻ കണ്ടില്ല. ആ ടൈമില് അവിടെ പണി നടക്കുകയായിരുന്നു. മുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്ലാസ് പീസ് ഈ ഡോക്ടറിന്റെ കഴുത്തിലേക്ക് വന്ന് വീഴുകയും അയാളുടെ തലയിട്ട് ഇവരുടെ കാറിന്റെ ഫ്രണ്ടിലേക്ക് വന്ന് വീഴുകയും ചെയ്യുന്നു. അജയും റിയയും ആകെ പേടിച്ചറിഞ്ഞ് നിൽക്കുകയാണ്. എന്താ സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല. ഇനി ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. പ്രകാശ് മരിക്കുന്നതിന് മുന്നേ വായിച്ചുകൊണ്ടിരുന്ന ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ആ ബുക്കിലുണ്ടായിരുന്ന ഒരു ചിത്രത്തിൽ കാണുന്ന രീതിയിലാണ് പ്രകാശ് കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ വിനോയുടെ കയ്യിൽ ഒരു ടാറ്റു ഉണ്ടായിരുന്നു. ആ ടാറ്റുവിൽ കാണുന്ന ആയുധത്തിന്റെ രൂപത്തിൽ തന്നെയായിരുന്നു അവനെ മരണം തേടിയെത്തിയത്. സുജിയുടെ ഫേവറേറ്റ് കപ്പില് ടോമാഞ്ചെറിയിലെ ടോമാകട്ടെ ജെറിയെ ഒരു ചുറ്റിക കൊണ്ട് അടിക്കുന്ന ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ചിത്രത്തിൽ കാണുന്ന രീതിയിലുള്ള ചുറ്റിക കൊണ്ടാണ് അവളുടെ മരണവും സംഭവിച്ചത്. അവിടുത്തെ കുരിശിൽ തൊട്ട സമയത്ത് റിയ കണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. സാത്താന്റെ കുഞ്ഞിനെ ഇവർ മുകളിലേക്ക് ഉയർത്തുന്നതും ഒരാൾക്ക് സമ്മാനിക്കുന്നതും ഒക്കെ. ആ സാത്താന്റെ കുഞ്ഞിനെ കൈപ്പറ്റിയത് രാജേഷ് ആയിരുന്നു. ആ ക്രിയകൾ ചെയ്യുന്ന ആൾക്കാർ പറയുന്നുണ്ട് ഈ കുഞ്ഞ് അവിടെ ജീവിക്കണമെന്ന് ആ കുഞ്ഞ് തന്നെയാണ് തീരുമാനിക്കുന്നതെന്ന്. ഫാക്ടറിക്കുള്ളിൽ വീണ്ടും ആ നായയും നായയുടെ അടുത്തൊരു ബുക്കും കാണിക്കുന്നുണ്ട്. ആ ബുക്കിൽ സാത്താന്റെ കുഞ്ഞ് പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഒരു സോളിന്റെ അടുത്തേക്ക് പോകുമെന്നായിരുന്നു കാണിച്ചിരുന്നത്. അജയുടെ റിയയുടെയും കൂടെ കുഞ്ഞിരിക്കുന്ന ചിത്രവും അതിലുണ്ടായിരുന്നു. ഇവിടെ നിന്നും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണെന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.